ഇന്നത്തെ വീഡിയോ വോയിസ് മാക്സിങ്ങിനെ കുറിച്ചിട്ടാണ്. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലായാലും പ്രൊഫഷണൽ ലൈഫിലായാലും ശബ്ദം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെ നമ്മുടെ വോയിസിനെ ലെവൽ മാക്സ് ആക്കി കൊണ്ടുവരാം എന്നുള്ളൊരു വീഡിയോ ആണിത്. നിങ്ങളൊരു പുരുഷനായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് വീഡിയോക്ക് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് മെൻസ് ഗ്ലോ അപ്പിൻ്റെ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നമുക്ക് ആൺകുട്ടികൾക്ക് വോയിസ് എത്രത്തോളം അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഘടകമാണെന്ന് അറിയാം. നിങ്ങൾക്ക് നിങ്ങളുടെ ശബ്ദം വളരെ ബോറാണെന്നും നല്ലൊരു ഡീപ്പ് വോയിസ് ആക്കി എടുക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വോയിസ് മാക്സിങ് നിങ്ങളെ സഹായിക്കും. വോയിസ് മാക്സിങ്ങിലൂടെ നിങ്ങളുടെ ശബ്ദം പൂർണ്ണവും ആഴമേറിയതും ആകർഷകമാക്കുകയും ചെയ്യും. അതായത് നിങ്ങളുടെ ശബ്ദം ലെവലപ്പ് ചെയ്ത് ശക്തിപ്പെടുത്താവുന്നതാണ്. വോയിസ് മാക്സിങ്ങിലൂടെ വർക്കൗട്ടും അതുപോലെ മറ്റു ചില ടിപ്സുമാണ് പറയുന്നത്. അതിലൊന്നാമതായിട്ട് വരുന്നതാണ് സ്ട്രെങ്ത് ഇൻ യുവർ നെക്ക് മസിൽസ്. അതായത് നമ്മുടെ കഴുത്തിലെ പേശികളെ ശക്തിപ്പെടുത്തുക. ശബ്ദം എങ്ങനെ മെച്ചപ്പെടുത്താൻ നിങ്ങൾ റിസർച്ച് ചെയ്യുകയാണെങ്കിൽ ഓൺലൈനിൽ ഇതിനെപ്പറ്റി ധാരാളം വീഡിയോസ് കാണാൻ സാധിക്കും. ഇത് ശരിക്കും വർക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ കൈകൊണ്ട് തൊണ്ടയിൽ വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചെവിയുടെ പിന്നിൽ നിന്നും നിങ്ങളുടെ കോളർ ബോണിലേക്ക് പോയേക്കുന്ന 2 നീളമുള്ള പേശികൾ അനുഭവപ്പെടും. ഇവയാണ് സ്റ്റീനോക്ലിഡോമാസ്റ്റോയിഡ്. അതായത് നമ്മുടെ നെക്കിനെ ഇടത്തു നിന്ന് വലത്തോട്ടും മുകളിലേക്കും താഴേക്കും നീക്കാൻ അനുവദിക്കുന്ന പേശികൾ. ഈ പേശികൾ നമ്മുടെ ശബ്ദത്തെ സ്വാധീനിക്കുന്നു. പേശികൾ പിരിമുറുക്കത്തിലാകുമ്പോൾ അവ നമ്മുടെ വോക്കൽ കോർഡുകളിൽ സമ്മർദ്ദം ചെലുത്തുകയും നമ്മുടെ ശബ്ദം കൂട്ടുകയും ചെയ്യുന്നു. ഇത് കുറയുന്നതനുസരിച്ച് നമ്മുടെ ശബ്ദവും കുറയുന്നു. ഇതെങ്ങനെ കൂട്ടാമെന്ന് നോക്കുമ്പോൾ നമ്മുടെ പേശികളെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതിന് നമ്മളെ സഹായിക്കുന്നത് വർക്കൗട്ടിലൂടെയാണ്. ഇതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട വർക്കൗട്ടാണ് നെക്ക് ക്രഞ്ചസ്. അതായത് ഒരു പരന്ന ബെഞ്ചിൽ കിടന്ന് നമ്മുടെ തല ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും കൊണ്ടുപോവുക. നെക്ക് സിറ്റപ്സ് ചെയ്യുന്നത് പോലെ ചെയ്യുക. ഇത് 20 പ്രാവശ്യമായി 3 സെറ്റ് ചെയ്യുക. പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ വോയിസ് മുമ്പും ശേഷവുമുള്ളത് റെക്കോർഡ് ചെയ്ത് വയ്ക്കുക. നെക്ക് മസിൽസ് സ്ട്രോങ് ആകുമ്പോൾ നിങ്ങൾക്ക് ശബ്ദത്തിൽ വ്യത്യാസം കാണാൻ സാധിക്കും. രണ്ടാമതായിട്ട് വരുന്നതാണ് ബ്രീത്ത് ഫ്രം ഡയഫ്രാം. അതായത് ഡയഫ്രാമിൽ നിന്ന് ശ്വസിക്കുക. അതായത് നിങ്ങൾ ശ്വാസം എടുക്കുമ്പോൾ നിങ്ങളുടെ തോൾ അനങ്ങുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. വീഡിയോ ഇപ്പോൾ തന്നെ പോസ് ചെയ്ത ശേഷം ശ്വാസം എടുത്ത് വിട്ടു നോക്കുക. തോളുകൾ മുകളിലേക്കും താഴേക്കും പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്. ഇതിനെ ആഴമില്ലാ ശ്വസനം എന്ന് വിളിക്കുന്നു. ഇങ്ങനെ ശ്വസിക്കുമ്പോൾ ശരീരത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് സമ്മർദ്ദം കൊടുക്കുകയും നിങ്ങളുടെ കഴുത്തിലും വോക്കൽ കോർഡുകളിലും പിരിമുറുക്കം ഉണ്ടാവുകയും ചെയ്യുന്നു. അതായത് നമ്മൾ യഥാർത്ഥത്തിൽ ശ്വസിക്കേണ്ട പേശിയായ ഡയഫ്രാം ഉപയോഗിച്ച് ശ്വസിക്കുക. നിങ്ങൾ ശ്വാസം എടുത്തു വിടുമ്പോൾ തോളുകൾ അനങ്ങാതെ നമ്മുടെ വയർ അകത്തേക്കും പുറത്തേക്കും വരുന്ന രീതിയിൽ ശ്വസിക്കുക. നിങ്ങളുടെ നെഞ്ചിനേക്കാൾ നിങ്ങളുടെ ആപ്സിൽ നിന്നാണ് വായു കൊണ്ടുവരുന്ന രീതിയിലേക്ക് ആക്കിയെടുക്കുക. ഇങ്ങനെ ചെയ്യുന്നതോടെ നമ്മുടെ ശബ്ദത്തിൻ്റെ ആഴത്തിൽ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തും. ഇങ്ങനെ ചെയ്യുന്നതോടെ നമ്മുടെ വോയിസിൻ്റെ ലെവൽ കൂടി നല്ലൊരു ഡീപ്പ് വോയിസ് നൽകും. ഇത് നമ്മുടെ സമ്മർദ്ദം കുറയ്ക്കാനും കായികപരമായ പ്രകടനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ വോയിസും ഇമ്പ്രൂവ് ചെയ്യുന്നു. മൂന്നാമതായിട്ട് വരുന്നതാണ് ഡ്രിങ്ക് മോർ വാട്ടർ. വെള്ളം എത്രത്തോളം നമ്മുടെ ശരീരത്തിന് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതിലൊന്നാണ് നമ്മുടെ ശബ്ദത്തെ മെച്ചപ്പെടുത്തുന്നത്. നമ്മുടെ ശബ്ദത്തിൻ്റെ ആഴം എന്നുള്ളത് നമ്മുടെ വോക്കൽ കോർഡുകളുടെ വലിപ്പം അനുസരിച്ചാണ്. അതുകൊണ്ട് നിർജ്ജലീകരണം നമ്മുടെ വോക്കൽ കോർഡുകളെ ചുരുക്കുന്നു. ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുന്നത് തൊണ്ടയ്ക്ക് വരൾച്ച ഉണ്ടാക്കും. ഇത് നമുക്ക് കനം കുറഞ്ഞ വോക്കൽ കോർഡുകൾ അവശേഷിക്കും. അതുകൊണ്ട് വെള്ളം എല്ലാ ദിവസവും 3 ലിറ്റർ വരെ കുടിക്കുക. ഒറ്റയടിക്കും ഒരുപാട് വെള്ളം കുടിക്കാതെ ഓരോ മണിക്കൂറിലും ഇന്ന അളവിൽ വെച്ച് വെള്ളം കുടിക്കുക. അതുകൊണ്ട് വെള്ളം ഡെയിലി 3 ലിറ്റർ കുടിക്കുക. നാലാമതായിട്ട് വരുന്നതാണ് ഡൗൺ ടോക്കിംഗ് ടെക്നിക്ക്. ഡൗൺ ടോക്കിംഗ് ടെക്നിക്ക് എന്നുള്ളത് വളരെ സിമ്പിളാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ വാക്കിൻ്റെ അവസാനം വളരെ കുറച്ച് ശബ്ദമാക്കി കൊടുക്കുക. അതായത് നമ്മളൊരാളൊരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ അവസാനത്തെ വാക്കുകൾ എത്തുമ്പോൾ വളരെ ശബ്ദം കുറച്ച് പറയുക. ഈ ഒരു ടെക്നിക്ക് നമ്മൾ ചെയ്യുമ്പോൾ ആളുകൾ നിങ്ങൾക്ക് നല്ലൊരു ശബ്ദമുണ്ടെന്ന് തോന്നിപ്പിക്കും. ഇത് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് തോന്നിയേക്കാം. പക്ഷേ നിങ്ങൾ ഇതുപോലെ സംസാരിച്ച് നോക്കുമ്പോൾ അറിയാം ഇത് വളരെ സിമ്പിളാണെന്ന്. അഞ്ചാമതായിട്ട് വരുന്ന ടെക്നിക്കാണ് ദ സ്ട്രോ ടെക്നിക്ക്. അതായത് 1 കപ്പ് വെള്ളത്തിലേക്ക് സ്ട്രോ വഴി വായിലൂടെ കുമിളകൾ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വായുപ്രവാഹം വർദ്ധിപ്പിക്കും. തൊണ്ടയിലെ പേശികളെ വിശ്രമിക്കാനും ഇത് സഹായിക്കും. ഇങ്ങനെ ചെയ്യുന്നതോടെ നമുക്ക് നമ്മുടെ നെക്കിൽ കൂടുതൽ റെസിഡൻ്റ് ആയിട്ടുള്ള വോയിസ് ലഭിക്കും. സ്ട്രോ ടെക്നിക്കിലൂടെ വോക്കൽ കോർഡുകളെ നീട്ടുകയും റെസ്റ്റ് ആക്കി വെക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ നമ്മുടെ ശബ്ദത്തെ ശക്തിപ്പെടുത്താൻ സാധിക്കും. ആറാമതായിട്ട് വരുന്നതാണ് നേസൽ ബ്രീത്തിങ്. അതായത് മൂക്കിൽ കൂടി ശ്വസിക്കുക. നമ്മുടെ ശബ്ദം അട്രാക്റ്റീവ് ആക്കാനുള്ള മറ്റൊരു ടെക്നിക്കാണിത്. വളരെ ബോധപൂർവ്വം ശ്വസിക്കുക. മിക്ക ആളുകളും സംസാരിക്കുമ്പോൾ വായിലൂടെ ശ്വാസം എടുത്ത് സംസാരിക്കുന്നു. ഇങ്ങനെ ചെയ്യാതെ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മൂക്കിലൂടെയാണ് ശ്വസിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. ഇത് നമുക്ക് കൂടുതൽ ഹെൽത്തി ആയ ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള ശബ്ദമായി മാറുന്നു. അപ്പോൾ ഈ പറഞ്ഞ 6 കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ വോയിസിനെ മാക്സ് ആക്കി കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ശബ്ദമാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 6 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് തുടങ്ങുക. സമയമെടുത്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുവരിക. പതിയെ നിങ്ങളുടെ വോയിസ് ലെവൽ മാക്സ് ആയി സ്ട്രോങ് ആൻഡ് അട്രാക്റ്റീവ് ആകുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇതുപോലത്തെ മെൻസിൻ്റെ അട്രാക്റ്റീവ് ഗ്ലോ അപ്പ് വീഡിയോസിനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഗ്ലോ അപ്പ് വീഡിയോയുമായി കാണാം.